സാറേ 10ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള സ്ക്വയർ പിരമിഡ് ഉണ്ടല്ലേ ഇപ്പോൾ? ഉണ്ട്. ഇതാ ഞാൻ ഒരേ ബേസ് ഏരിയയും ഒരേ ഹൈറ്റും ഉള്ള 3 സമേതര സ്തൂപികൾ സ്ക്വയർ പിരമിഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കി മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വാതിൽ ഇങ്ങനെ തുറക്കാം. സാറേ ഇങ്ങനെ വാതിൽ തുറന്നിടാം. അങ്ങനെ തുറക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ 2 മട്ടത്രികോണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 3 മട്ടത്രികോണങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്, അതായത് ബേസിൻ്റെ ഹാഫ് ഓഫ് ദി ബേസും സ്ലാൻഡ് എഡ്ജും അതേമാതിരി ലേറ്ററൽ എഡ്ജും ചേർന്ന ഒരു മട്ടത്രികോണം, അതാണ് ഇത്. രണ്ടാമതൊന്ന് ഹൈറ്റും ഹാഫ് ഓഫ് ദി ഡയഗണലും, അതായത് വികരണത്തിൻ്റെ പകുതിയും ലേറ്ററൽ എഡ്ജും ചേർന്ന മറ്റൊരു മട്ടത്രികോണം. മറ്റൊന്ന് ഹാഫ് ഓഫ് ദി ബേസും ഹൈറ്റും സ്ലാൻഡ് എഡ്ജും ചേർന്ന മൂന്നാമതൊരു മട്ടത്രികോണം. ഈ 3 തരം മട്ടത്രികോണങ്ങളാണ് ഒരു സ്ക്വയർ പിരമിഡിൽ ഉണ്ടാവുക. ഞങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ അളവൊക്കെ എന്ന് നോക്കാം. ഈ ഹൈറ്റ് ഞാൻ 10 സെൻറ്റിമീറ്ററിൽ നിർണ്ണയിച്ചതാണ്. അതുപോലെ ബേസ് 20 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇത് 10 സെൻറ്റിമീറ്റർ. ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് ഇവിടെ ഇതാ ഈ മട്ടത്രികോണം. ഇത് രണ്ട് കളറിൽ കൊടുത്താൽ നമ്മൾ പറയുന്നതിന് നല്ല ക്ലാരിറ്റി ഉണ്ടാകുക. ഞാനിപ്പോൾ പറയുന്ന ഈ മട്ടത്രികോണത്തിൻ്റെ അളവാണ്. ഇത് ഹാഫ് ഓഫ് ദി ബേസ് ആണെന്ന് വെച്ചാൽ 20ൻ്റെ പകുതി 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്ററിലാണ് ലംബവശങ്ങൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈപ്പോട്ടനസ് √200 ആയിരിക്കും. നമ്മൾ 14 എന്ന് പറഞ്ഞെടുത്തത് √200 ഈ സ്ലാൻഡ് ആയിട്ട് √200. അപ്പോൾ 10 √200. ഇനി അടുത്തത് ഇതാ ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതും ആവാം. അപ്പോൾ √200 ഇവിടെ 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ √200 10 സെൻറ്റിമീറ്റർ ഇവിടെയും വരുമ്പോൾ പാദവർഗവും ലംബവർഗവും ചേർന്ന കർണവർഗം √300. അപ്പോൾ 10 √200 √300. ഇനി ഇവിടെ ഈ ട്രയാങ്കിൾ 10 സെൻറ്റിമീറ്റർ, മറ്റൊന്ന് ഇത് √200. അതായത് ഈ ഡയഗണലിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ √200, ഇത് √300. അപ്പോൾ 3ൻ്റെ വളവ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. യെസ്, അങ്ങനെയുള്ള ഇതാ ഞാനിതിന് അടച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ പിരമിഡ് തന്നെയായി. അപ്പോൾ പിന്നീടാണ് പറയേണ്ടത് 3 സ്ക്വയർ പിരമിഡ്, ഹൈറ്റ് ഒരേപോലെയുള്ളത്, ബേസും ഒരേപോലെയുള്ളത്. അപ്പോൾ ബേസ് ഏരിയയും ഹൈറ്റും ഒരേപോലെയുള്ള 3 മട്ടത്രികോണങ്ങൾ ഞാനത് ചേർത്ത് വെക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചേർത്ത് വെച്ച്, 2 ഇങ്ങനെ ചേർത്ത് വെച്ച്, മൂന്നാമത്തത് ഇങ്ങനെ അങ്ങ് വെക്കുന്നു. അപ്പോൾ അതേ ബേസ് ഏരിയക്ക് മാറ്റം വന്നിട്ടില്ല, 20 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതുപോലെ ഹൈറ്റ് 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതേ ബേസ് ഏരിയയും ഹൈറ്റുമുള്ള ഒരു സ്ക്വയർ പിരമിഡിൻ്റെയും ഒരു സ്ക്വയർ പ്രിസത്തിൻ്റെയും വോളിയത്തിൻ്റെ റിലേഷൻഷിപ്പ് ഈ സ്ക്വയർ പ്രിസത്തിൻ്റെ 3-1 സ്ക്വയർ പിരമിഡിൻ്റെ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഒരേപോലത്തെ 3 കിട്ടുന്നത്. ഇതാണ് 3-1. അടുത്ത 3-1 അപ്പോൾ 3-2 ഇതും കൂടെ വരുമ്പോൾ 3-3 എന്ന് പറഞ്ഞാൽ 1 മുഴുവനായി. അപ്പോൾ ഒരു സ്ക്വയർ പ്രിസത്തെന്ന് നമുക്ക് എങ്ങനെയാണ് അതേ ഹൈറ്റും അതേ ബേസ് ഏരിയയുള്ള 3 സ്ക്വയർ പിരമിഡ് മുറിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാർ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം 1/3 അല്ലേ, 1/3 ആവുന്നത് 1/3. ആ 1/3 നമ്മളിപ്പോൾ കാണിച്ചത്. അതായത് ഒരു സൂത്രവാക്യം എങ്ങനെ ഉണ്ടാകും, ഒരു ഫോർമുല എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നീട് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ക് പഠിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. ഈ ബന്ധം നന്നായിട്ട് ഇത് ഓപ്പൺ ശരിക്കും ഇങ്ങനെ വാതിൽ തുറന്നാൽ ഇത് ഇവിടെ ഞാൻ ഒട്ടിച്ചു വെച്ചെന്താ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയില്ല.
ഇല്ലെങ്കിൽ ഇവിടേക്ക് പറ്റിപ്പോകും, കിട്ടില്ല. വാതിൽ തുറക്കണം, വാതിൽ തുറന്നാലില്ല, ഇത് രണ്ടും രണ്ട് നിറത്തിലാണ് നല്ല രസമുണ്ടാകുക. അതെ അതാണ്. അതെ അതെ. ഇപ്പോൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു.